പ്രേക്ഷകർക്കും അസഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയെ ഓർത്ത് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക, അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക എന്നതിനെക്കുറിച്ചാണ്. ആ വ്യക്തി നിങ്ങളെ ഓർക്കുന്നുണ്ടോ എന്നുള്ളതാണ് നാം നോക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ 34 എന്ന അക്കം ഫയലായ സ്വീകരിച്ചുള്ള റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തി നിങ്ങളെ ഓർമ്മിക്കുന്നുണ്ടോ? ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു വ്യക്തി, ആ വ്യക്തിയുമായി നിങ്ങൾക്കുണ്ടായ ബന്ധം നിങ്ങൾക്കറിയാം. വളരെ അഗാധമായൊരു ബന്ധം നിങ്ങളും ആ വ്യക്തിയും തമ്മിലുണ്ടായിരുന്നു. അതിനുശേഷം നിങ്ങൾ മനസ്സുകൊണ്ട് ചില അലോഹ്യങ്ങളുണ്ടാകുന്നു. അങ്ങനെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്കെങ്കിലും മിനിമം അത് പോയിരിക്കുന്നു. അങ്ങനെ ആ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോയ, അല്ലെങ്കിൽ ജീവിതത്തിൽ മറ്റൊരു തലത്തിലേക്ക് എത്തിയ ആ ബന്ധത്തെ കുറിച്ച് നിങ്ങളിപ്പോൾ ആലോചിക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുമോ? ഇപ്പോഴും ആ വ്യക്തി നിങ്ങളെ ഓർമ്മിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം ഒരു കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയായിരുന്നൊരു വ്യക്തി ഇപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ അകന്നിരിക്കുന്നു. സമയങ്ങളുടെ അകലം, അല്ലെങ്കിൽ എത്ര കാലമായെന്നുള്ളത് ഓരോരുത്തരുടെ കാര്യത്തിലും വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഇപ്പോഴും ആ വ്യക്തി നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടോ? നിങ്ങളുടെ മനസ്സിലുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ കഴിയും. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ടോ? അല്ലെങ്കിൽ പഴയ ദേഷ്യത്തോടെയാണോ ഓർക്കുന്നത്, അല്ലെങ്കിൽ ദേഷ്യം മാറിയോ? ആ വ്യക്തിയും നിങ്ങളും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിൻ്റെ ഒരു കാലഘട്ടം നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അതിൽ നിങ്ങൾക്ക് തെറ്റ് പറ്റിയതുണ്ടാകാം, ആ വ്യക്തിക്ക് തെറ്റ് പറ്റിയതുണ്ടാകാം. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളും ഒരുപക്ഷെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുടെ കാലം ഉണ്ടാകാം, അല്ലെങ്കിൽ സാമ്പത്തികമായി സമ്പത്ത് ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടാകാം. എല്ലാം നിങ്ങളുടെ ഓർമ്മയിലൂടെയും ചിന്തയിലൂടെയും മാറി മറിയും. നിങ്ങളുടെ ഭാഗത്തു നിന്ന് തെറ്റുകളുണ്ടായ കാര്യങ്ങളുണ്ടാകാം, ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് തെറ്റുകളുണ്ടായ കാര്യമുണ്ടാകാം. എന്ത് സംഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, ആ ബന്ധത്തിൽ ഇനി എന്ത് സംഭവിക്കുന്നു, ആ ബന്ധം ഇനി എങ്ങനെ കടന്നു പോകുന്നു, ആ ബന്ധത്തിൽ നിങ്ങൾക്ക് എന്ത് ഗുണമാണ് കിട്ടുക, ആ ബന്ധം നിങ്ങളെ ജീവിതത്തിൽ സപ്പോർട്ട് ചെയ്യുമോ, ആ ബന്ധത്തിലൂടെ നിങ്ങൾക്ക് മികച്ചൊരു ജീവിതമായി അതിനെ കൊണ്ടുപോകാൻ സാധിക്കുമോ, ജീവിതത്തിൽ ഒരു പോസിറ്റീവ് എനർജി, ജീവിതത്തിലൊരു കരുത്തുറ്റ ജീവിതം നിങ്ങൾക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കുമോ, ജീവിതം നിങ്ങളെ എങ്ങോട്ട് കൊണ്ടുപോകും? ഇപ്പോഴും ആ വ്യക്തിയുടെ ചിന്തയിൽ നിങ്ങളുണ്ട്. ആ പഴയ പരിഭവങ്ങൾക്കപ്പുറത്തേക്ക് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ട്. അന്ന് നിങ്ങളോട് ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ള ധാരണ ആ വ്യക്തിക്കുണ്ടായിരിക്കുന്നു. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെറിയ തെറ്റുകളും ആ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് വലിയ തെറ്റുകളാണ് ഉണ്ടായത്. ആ വ്യക്തി വാശിയിൽ, വൈരാഗ്യത്താൽ നിങ്ങളെ തിരസ്കരിച്ചു. നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നത് പോലുള്ള ദൃഢമായ നിലപാടുകൾ സ്വീകരിച്ചു. പക്ഷെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്നത്, ആ വ്യക്തിയുടെ മനസ്സിൽ, ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത കൃത്യമായി ഇരിക്കുന്നു. ഒരു അവസരം കിട്ടിയാൽ നിങ്ങളിലേക്ക് എത്താൻ വെമ്പൽ കൊണ്ട് ആ വ്യക്തി ഇരിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ ഫയലിലേക്ക് പോകാം. ഈ ഫയൽ സ്വീകരിച്ചവരുടെ വ്യക്തി, ആ വ്യക്തി നിങ്ങളെ ഓർമ്മിക്കുന്നുണ്ടോ? ആ വ്യക്തി നിങ്ങളെ ഓർമ്മിക്കുന്നുണ്ട് ഇപ്പോഴും. അന്നും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ചില തെറ്റുകളാണ്, നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ ചില പെരുമാറ്റങ്ങളാണ് ആ വ്യക്തിയെ വേദനിപ്പിച്ചത്. ആ വ്യക്തി മനസ്സുകൊണ്ട് അന്നും ഇന്നും നിങ്ങളെ സ്നേഹിക്കുന്നു. എന്നും നിങ്ങളിലേക്ക് ഓടി വരാൻ ആ വ്യക്തി വെമ്പൽ കൊണ്ടു. പക്ഷെ നിങ്ങളുടെ ചില നിലപാടുകളും, നിങ്ങൾക്കൊപ്പം നിന്ന ചില ആളുകളുടെ നിലപാടുകളും അതിന് വിഘാതമായി. നിങ്ങളോടല്ലായിരുന്നു ആ വ്യക്തിക്ക് ദേഷ്യം, നിങ്ങളുടെ ഒപ്പം നിന്ന ആളുകളോടാണ്. നിങ്ങൾ ശരിയെന്ന് വിചാരിച്ച, നിങ്ങൾ ശരിയെന്ന് പറഞ്ഞ ചില ആളുകൾ ആ വ്യക്തിയോട് ചെയ്തത്, ഒരുപക്ഷെ നിങ്ങളോടും ചെയ്തത് തെറ്റായിരുന്നു എന്ന് ആ വ്യക്തി അന്നേ മനസ്സിലാക്കി. നിങ്ങൾക്കത് കാണാൻ കഴിഞ്ഞില്ല, മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ നിങ്ങൾ ആ വ്യക്തിയെ ഉൾക്കൊള്ളാതെ പോയി. അന്ന് അവരെ പിന്താങ്ങിയതിൽ നിങ്ങളോട് ആ വ്യക്തിക്ക് ദേഷ്യമുണ്ടായി. എൻ്റെ വാക്കുകൾ കേൾക്കാതെ, എന്നെ മനസ്സിലാക്കാതെ മറ്റുള്ളവരെ പിന്താങ്ങി, മറ്റുള്ളവരുടെ രീതി അനുസരിച്ച് പോയി. എന്തുകൊണ്ട് എന്നെ മനസ്സിലാക്കിയില്ല, എന്തുകൊണ്ട് എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, എന്നെ മനസ്സിലാക്കേണ്ടതല്ലേയിരുന്നോ എന്നുള്ള ചിന്തകളാണ് ആ വ്യക്തിക്കുള്ളത്.
ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഇപ്പോൾ നിങ്ങളോട് സ്നേഹമാണ്. പലപ്പോഴും ആ വ്യക്തി കരുതുന്നുണ്ട്, മറ്റുള്ളവരോടുള്ള ദേഷ്യം കൊണ്ട് ഞാൻ എൻ്റെ വ്യക്തിയെ ഒഴിവാക്കി, അല്ലെങ്കിൽ എൻ്റെ വ്യക്തിയോട് വെറുപ്പ് കാണിക്കണമായിരുന്നോ, എൻ്റെ വ്യക്തിയോട് ഞാൻ സ്നേഹം കാണിക്കുന്നതായിരുന്നു കുറച്ചുകൂടി നല്ലത്, എൻ്റെ വ്യക്തിയോട് ഇഷ്ടം കാണിക്കുന്നതായിരുന്നു കുറച്ചുകൂടി നല്ലത്, എൻ്റെ വ്യക്തിയാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്, എൻ്റെ വ്യക്തി ഇല്ലാതെ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്നിത്യാദിയുള്ള ചിന്തകൾ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ വരികയാണ്. നിങ്ങളുടെ വ്യക്തി തീർച്ചയായും നിങ്ങളെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്, നിങ്ങളെ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ്, നിങ്ങളോട് ഉൾക്കൊണ്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വല്ലാത്ത രീതിയിൽ നിങ്ങളുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വല്ലാതെ ഉണ്ട്. ആ വ്യക്തി നിങ്ങൾ തെറ്റുകാരനോ തെറ്റുകാരിയോ അല്ല എന്ന് മനസ്സിലാക്കി നിങ്ങളിലേക്ക് ഏത് സമയവും വന്നേക്കാം. നിങ്ങളും കുറച്ച് അയയണം, അല്ലെങ്കിൽ നിങ്ങളും കുറച്ച് വിട്ടുവീഴ്ച ചെയ്യണം എന്ന് ആ വ്യക്തി അന്നേ പറഞ്ഞിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ മനസ്സും വിട്ടുവീഴ്ചക്ക് വെമ്പൽ കൊള്ളുന്നുണ്ട്. ഒരു റീയൂണിയൻ ഉടൻ ഉണ്ടാകും. ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ ഓർമ്മിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.